E20 പെട്രോൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം. കോൺഗ്രസ്, CPIM, ആം ആദ്മി പാർട്ടി എന്നിവർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നുകഴിഞ്ഞു. വൻ അഴിമതി മാത്രമല്ല, ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ആം ആദ്മി പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമാകും. പശ്ചിമ ബംഗാളിലാണ് ആദ്യ പരിപാടി. നഗരങ്ങൾ കേന്ദ്രീകരിച്ച ടൗൺ ഹാൾ സംവാദങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വാഹനോടമകൾ അടക്കമുള്ളവരുമായി സംവദിക്കും. തിങ്കളാഴ്ച മുതൽ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ, ഈ മേഖലയിലുള്ളവർ ഇതിനകം തന്നെ E20 പെട്രോളിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നടക്കമുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ വാദങ്ങളൊക്കെ തള്ളുകയാണ് കേന്ദ്രം. എന്തായാലും പ്രതിപക്ഷം ഒന്നാകെ ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? കീർത്തന, E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങാൻ പോകുന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്, CPIM ഒപ്പം ആം ആദ്മി അടക്കമുള്ള പാർട്ടികൾ പ്രതികരണവുമായി ഇന്നലെ രംഗത്തേക്ക് വന്നിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അടക്കം വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ പരിപാടി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ E20ക്ക് എതിരായ അവരുടെ പ്രതിഷേധ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. ശക്തമായി തന്നെ E20ക്ക് എതിരെ പ്രതിഷേധം തുടരും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നും അതോടൊപ്പം ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്നും രാഹുൽ വ്യക്തമാക്കും. സമാനമായി തന്നെ CPIM ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി തന്നെ സംവാദങ്ങൾ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഓരോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചു ടൗൺ സംവാദങ്ങൾ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഇതിന്റെ തുടക്കം കുറിച്ചിരുന്നു. ഇതിപ്പോൾ കൊൽക്കത്തയിലാണ് ദില്ലിക്ക് പുറത്തുള്ള ആദ്യ പരിപാടി ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വാഹന ഉടമകൾ ഒപ്പം മറ്റ് മെക്കാനിക്കുകൾ അടക്കമുള്ള ആളുകളായി ഇതിൽ സംവദിക്കും ആം ആദ്മി നേതാക്കൾ എന്നാണ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ആം ആദ്മി നടത്തുന്നത്. ഒപ്പം മറ്റ് പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്കും പാർട്ടികൾ ആഹ്വാനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. തിങ്കളാഴ്ച മുതൽ പാർലമെന്റിലും E20 വിഷയം ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇതുവഴി കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. കാരണം ഗഡ്കരിയുടെ മക്കൾക്കൊക്കെ വലിയ തരത്തിൽ ഈ എഥനോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ അഴിമതി അടക്കം ഉണ്ട് എന്ന വിലയിരുത്തലൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്. എന്താണെങ്കിലും ജനങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ നൽകുക എന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരിക്കും. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും പ്രതിപക്ഷം കടക്കാൻ പോകുന്നത്. ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് ഉരുത്തിരിഞ്ഞ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സമീപകാലത്ത്, പ്രത്യേകിച്ച് അടുത്ത വർഷം വിവിധ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ E20 അടക്കമുള്ള വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ വലിയ പ്രതിഷേധവും സമ്മർദ്ദവും ഒക്കെ തീർക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഓരോ പാർട്ടികളും അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുള്ളത്. കാരണം രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്ന തൊട്ടു പിന്നാലെ CPM വരുന്നു. ഒപ്പം ആം ആദ്മി വിഭാഗത്തിൽ വിപുലമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.